ഹായ്, എക്സാംസ് എല്ലാവർക്കും സ്ട്രെസ്ഫുൾ ആണല്ലേ. പക്ഷേ ആ എക്സാമിന് നമ്മളെ പ്രിപ്പയർ ചെയ്യാൻ നമ്മുടെ കൂടെ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിലോ, സിലബസ് നന്നായിട്ട് അറിയാവുന്ന, നമ്മുടെ വീക്ക് പോയിന്റ്സ് അറിയാവുന്ന, എക്സാമിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ നമുക്കത് എളുപ്പമായിരിക്കും അല്ലേ. ഇന്നത്തെ കാലത്ത് നമ്മുടെ AI ടൂളിനെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. AI ടൂൾ എന്ന് പറയുന്നത് ഒരിക്കലും പ്രൊഫഷണൽസിന് വർക്കിന് മാത്രം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നല്ല. സ്റ്റുഡൻസിന് സ്റ്റഡിയിൽ ഹെൽപ്പ് ചെയ്യാനും അവരുടെ എക്സാംസിൻ്റെ പ്രിപ്പറേഷൻ കറക്റ്റായിട്ട് ബൂസ്റ്റ് ചെയ്യാനും നമുക്ക് AI ടൂൾസ് യൂസ് ചെയ്യാം. AI നിങ്ങളുടെ ലേണിംഗിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് യു ആർ ജസ്റ്റ് നോട്ട് സ്റ്റഡിയിങ് ഹാർഡ്, യു ആർ ജസ്റ്റ് സ്റ്റഡിയിങ് സ്മാർട്ട്. നിങ്ങളുടെ ടോപ്പിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു PDF അത് ഓൺലൈനിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തതാണെങ്കിലും ഈ AI ടൂളിലേക്ക് നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ കൺസൈസ് ആയിട്ടുള്ള നോട്ട്സ് അത് പ്രിപ്പയർ ചെയ്ത് തരും. നമുക്ക് എപ്പോഴും സ്റ്റഡിക്കും എക്സാമിന് വേണ്ടിയിട്ടും വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള നോട്ട്സ് ആണ്. അപ്പോൾ ഈ നോട്ട്സ് AI തന്നെ പ്രിപ്പയർ ചെയ്ത് തരുന്നതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമും അതേപോലെ തന്നെ എനർജിയും വളരെയധികം സേവ് ചെയ്യാനായിട്ട് പറ്റും. ഈ AI ടൂളിൽ തന്നെ യൂസ് ചെയ്ത് നമുക്ക് ക്വിസസും ഫ്ലാഷ് കാർഡ്സ് എക്സാമിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ പ്രിപ്പയർ ചെയ്യാം. അതേപോലെ തന്നെ ഗെയിമിഫൈഡ് ആയിട്ടുള്ള ക്വിസസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വളരെ എൻഗേജിങ് ആയിട്ട് തന്നെ നിങ്ങളുടെ സ്റ്റഡിയും എക്സാം പ്രിപ്പറേഷൻസും കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. AIയിൽ നിന്ന് അറ്റൻഡ് ചെയ്യുന്ന ക്വിസസ് വെച്ച് തന്നെ നിങ്ങളുടെ വീക്ക് ഏരിയാസ് അനലൈസ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് പേഴ്സണൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ, ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് AI ഒരു ടൂള് മാത്രമാണ്. അതൊരിക്കലും നിങ്ങളുടെ എഫേർട്ടിനുള്ള റീപ്ലേസ്മെന്റ് ആവുന്നില്ല. നിങ്ങളുടെ ടൈമും എനർജിയും സേവ് ചെയ്ത് എക്സാംസിനെയും സ്റ്റഡിയെയും അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ഹെൽപ്പിംഗ് ടൂള് മാത്രമാണ് AI. ഓക്കെ, ഈ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി മെത്തേഡ് അല്ലെങ്കിൽ എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു റിയൽ എക്സാമ്പിൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതെന്ന് പറയുന്നത് ഞാനിവിടെ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിസിക്സിൻ്റെ 10th ചാപ്റ്ററിൻ്റെ ഒരു ടെക്സ്റ്റാണ്. ഞാൻ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം ഇതൊരു പേജസ് എന്ന് പറയുന്നത് 27 പേജസ് വരുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ, നമുക്കിത് ഈ ഒരു ഡോക്യുമെൻ്റ് നമുക്ക് ക്ലൗഡിലോട്ട് ഒന്ന് കോപ്പി ചെയ്ത് കൊടുക്കാം. മീൻവൈൽ എനിക്ക് ഫസ്റ്റ് ഈ ഒരു ഫുള്ള് ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഇത്രയും ഒരു ഏരിയ എനിക്ക് കവർ ചെയ്യാനുള്ള ടൈമില്ല. അപ്പോൾ എനിക്കിതിൻ്റെ ഒരു കൺസൈസ് ആയിട്ടുള്ള നോട്ട്സിൽ കൂടിയാണ് എനിക്ക് ഫസ്റ്റ് കവർ ചെയ്ത് പോകേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് എനിക്കൊരു നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ ക്ലൗഡിൻ്റെ അടുത്ത് പറയുകയാണ്. ഓക്കെ, നമുക്കിവിടെ നോക്കുമ്പം ഓൾറെഡി വളരെ കൺസൈസ് ആയിട്ടുള്ള ഒരു നോട്ട് ഇവിടെ പ്രിപ്പയർ ചെയ്തേക്കുന്നത് കാണാം. ടോപ്പിക്ക് മെയിനായിട്ടുള്ള നമ്മുടെ ടോപ്പിക്ക് പോയിട്ടുണ്ട്, അതിൽ മെയിനായിട്ടുള്ള ഏരിയാസ് പോയിട്ടുണ്ട്, അതിൻ്റെ കീ ടേംസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് ഇവിടെ സ്ഫെറിക്കൽ മിറേഴ്സിനെ ടൈപ്പായിട്ട് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്താണ്, നേച്ചർ എന്താണ്, അതിലുള്ള കീ ടേംസ് എന്താണ്, മെയിനായിട്ടുള്ള ഇക്വേഷൻ വന്നിട്ടുണ്ട്, അതിൻ്റെ റൂൾസിനെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒരു ടേബിൾ സ്ട്രക്ചറിലും കീ പോയിൻറ്റ്സ് ആയിട്ട് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാ ഏരിയയുടെയും യൂസസ്, കീ പോയിൻറ്റ്സ്, റൂൾസ് അങ്ങനെ മാത്രമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടെ നമുക്ക് ഗോ ത്രൂ ചെയ്യാൻ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു നോട്ട്സ്, ഈ ഒരു 27 പേജസ് ഉള്ള ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനെ വളരെ കൺസൈസ് ആയിട്ട് ഇവിടെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് അത്രയും പോർഷൻസിൽ കൂടെ നമുക്ക് ഗോ ത്രൂ ചെയ്യാൻ പറ്റും. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഏരിയാസ് എല്ലാം ഞാൻ കവർ ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു പ്രൊഫഷൻസി എത്രയും വരെ ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഞാനൊരു 10 പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് ആസ്ക് ചെയ്യുന്നത്. നിങ്ങളുടെ എത്ര വേണം എന്നുള്ളതിനനുസരിച്ച് ക്വസ്റ്റ്യൻ്റെ രീതിയോ MCQ വേണം, ലോങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം, അതിനനുസരിച്ച് നമുക്കിവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഓൾറെഡി ചാപ്റ്ററിനെ കവർ ചെയ്ത് വന്നേക്കുന്നത് കൺസെപ്ച്വൽ, ന്യൂമറിക്കൽ ആൻഡ് സ്പാനിങ് മിറേഴ്സ്, ലെൻസസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ജസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് മാത്രമാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയും ഒരു ക്വസ്റ്റ്യൻസിനെ നമ്മൾ ആൻസർ ചെയ്യുന്ന അനുസരിച്ച് ഇപ്പം ഇവിടെ ആൻസർ കീ പ്രൊവൈഡ് ചെയ്യണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പകരം നമുക്ക് വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിൻ്റെ തന്നെ ആൻസേഴ്സ് നമുക്കിവിടെ 1 by 1 ആയിട്ട് നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം ആ എക്സാമിനെ നമ്മൾ എങ്ങനെ അറ്റൻഡ് ചെയ്തു എന്നുള്ളത് നമുക്ക് ക്ലൗഡിൻ്റെ അടുത്ത് തന്നെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ക്വസ്റ്റ്യനെ അറ്റംപ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഏതൊക്കെ ഏരിയാസ് ആയിരിക്കും നമ്മൾ ഒരു ഫുൾ പോർഷൻസ് കവർ ചെയ്യുമ്പോൾ ചിലപ്പോൾ എല്ലാ ഏരിയാസിലുമുള്ള കറക്റ്റായിട്ടുള്ളൊരു പ്രൊവിഷൻസ് നമുക്ക് ഉണ്ടാവത്തില്ല. അപ്പോൾ നമുക്ക് കറക്റ്റുള്ള പ്രൊവിഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ടെസ്റ്റ് സജസ്റ്റ് ചെയ്യാൻ നമുക്ക് ക്ലൗഡിൻ്റെ അടുത്ത് ചോദിക്കാൻ പറ്റും. ഓരോ ഏരിയസിൻ്റെയും 8 ടോപ്പിക്സിൻ്റെയും ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ MCQs ആയിട്ട് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ കവർ ചെയ്തിട്ടുള്ള ആൻസർ ഷീറ്റും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ക്ലൗഡിൽ തന്നെ അനലൈസ് ചെയ്ത് ഏതെല്ലാം ഏരിയാസിന് ആൻസേഴ്സ് കറക്റ്റാണ്, അതിനനുസരിച്ച് ഏതൊക്കെ ഏരിയാസ് ആണ് നമ്മുടെ വീക്ക് എന്ന്
സജസ്റ്റ് ചെയ്തതിന് ശേഷം അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻസ് നമുക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് പറയാം. അനലൈസ് മൈ വീക്ക് ഏരിയാസ് ആൻഡ് സജസ്റ്റ് എ ഡെയിലി സ്റ്റഡി പ്ലാൻ. ആ ഏരിയാസിനെ കവർ ചെയ്യാൻ എത്ര അവേഴ്സ് വെച്ചിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞാലും നമുക്ക് ആ ഒരു രീതിയിലുള്ള ഒരു പ്ലാന് AI ഫോർമുലേറ്റ് ചെയ്ത് തരും. പിന്നെ നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ സ്റ്റഡി എന്ന് പറയുന്നത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഫോർവേഡ് ചെയ്യുന്ന ഒന്നായതുകൊണ്ട് നമുക്ക് ചിലപ്പം എക്സാം ടൈമൊക്കെ ആകുമ്പോൾ പ്രഷർ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ വളരെ ഇതേപോലെ തന്നെ നമുക്ക് ഗെയിമിഫൈഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആസ്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, സോ ഇവിടെ ഒരിത്തിരി ടൈം എടുത്തിട്ടാണ് ക്ലൗഡ് ഇത് ജനറേറ്റ് ചെയ്തേക്കുന്നത്, ക്ലിയർ ആയിട്ടുള്ളൊരെണ്ണം. ഇതിലൊരു 15 ക്വസ്റ്റ്യൻസ് ഗെയിംഡ് ആയിട്ടുള്ള ഈ ഒരു നമ്മൾ കൊടുത്ത ടോപ്പിക് ഏരിയാസിനെ കവർ ചെയ്തിട്ടുള്ള കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 10 points പെർ കറക്റ്റ് ആൻസേഴ്സ് ആണ്. ഓക്കെ, ദെൻ സ്പീഡ് ബോണസ് അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു 3 കറക്റ്റ് ആൻസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതൊരു ഗെയിം പോലെ തന്നെ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ക്വിസസ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരു ടൈം ഫ്രെയിം കൊടുത്തിട്ടുണ്ട്, അതിനനുസരിച്ച് നമ്മുടെ സ്കോർസ് ഇവിടെ ലോഡ് ആയിക്കൊണ്ടിരിക്കും. സോ ഇങ്ങനെ ഒരു വേയിൽ നമുക്ക് ഇടയ്ക്കുള്ള സ്റ്റഡിയുടെയും എക്സാമിൻ്റെയും ഒരു സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് ഈ ഒരു രീതിയിൽ വരെ നമുക്ക് നമ്മുടെ സ്റ്റഡിയെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റും. സോ ഇങ്ങനെ ഒരു വേയിൽ നമുക്ക് AI യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സ്റ്റഡി ഈസി ആക്കാനും ഈ പറഞ്ഞ പോലെ ഹാർഡ് വർക്കിനെ കുറച്ച് നമുക്ക് സ്മാർട്ടായിട്ട് സ്റ്റഡിയെ ഹാൻഡിൽ ചെയ്യാനും അതുപോലെ തന്നെ എക്സാം പ്രിപ്പറേഷൻസ് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ടും പറ്റും. ഇനി നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഒരു സെൽഫ് സ്റ്റഡി നടത്തിയതിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു ഏരിയാസ് ഉണ്ടെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് AI അടുത്ത് തന്നെ ആവശ്യപ്പെടാം. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ഫുൾ ടെക്സ്റ്റിലെ മിറർ ഫോർമുല ആൻഡ് മാഗ്നിഫിക്കേഷനെ ഒരു സിമ്പിൾ ടേമിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാനിവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ ആവശ്യപ്പെട്ട ഒരു ഏരിയയെ പറ്റി വളരെ സിമ്പിളായിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് മിറർ ഫോർമുല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, ആ ഫോർമുല എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതിൽ ഓരോ ടേംസിനെയും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിലെ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷനെ പറ്റി കൊടുത്തിട്ടുണ്ട്, ഓരോ കീ പോയിൻറ്റ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് ചില പോയിൻറ്റ്സ് അല്ലെങ്കിൽ ചില വാല്യൂസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, ഗ്രാഫായിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഒരു എക്സാമ്പിളും തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ തന്നെ നമുക്ക് ഓഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. നമുക്ക് കുറേ നേരം ടെക്സ്റ്റ് വായിച്ച് നോക്കി നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്റ്റഡി ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്ട്രക്ടർ ലെഡ് ചെയ്യുന്നത് പോലെ രീതിയിലുള്ള ഒരു ഓഡിയോ ഫയലായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്ത് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ AI അങ്ങനെയും ചെയ്യും. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ഇതുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കിനിയും കാണാം. ബൈ.